അഭ്യൂഹങ്ങൾക്കിടെ ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായേക്കും. ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. എം കരുണാനിധി മുഖ്യമന്ത്രിയായപ്പോൾ മകൻ എം കെ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രിയായിരുന്നു. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മുഹമ്മദ് റഹീസ്, ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായോ? വേണു, ഏതാനും മാസങ്ങളായി തന്നെ എത്രയും വേഗം തന്നെ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി മാറും എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സ്റ്റാലിൻ ഈ അടുത്തിടെയാണ് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നത്. അദ്ദേഹം തിരിച്ചു വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന് നേർക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമോ, ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി മാറുമോ എന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് അതെല്ലാം കൃത്യമായ സമയത്ത് നടക്കും. മന്ത്രിസഭാ പുനഃസംഘടന അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി വരുന്നതൊക്കെ കൃത്യമായ സമയത്ത് നടക്കും. DMK പറഞ്ഞതൊക്കെയും പ്രാവർത്തികമാക്കിയിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ കൃത്യമായ സമയത്ത് തന്നെ അങ്ങനെ ഒരു പുനഃസംഘടനയും മറ്റുമൊക്കെ ഉണ്ടാകും എന്നുള്ള കൃത്യമായ ഒരു വിവരം അന്ന് തന്നെ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ശേഷം DMKയുടെ 75ാം വാർഷികം, അതൊരു വലിയ ആഘോഷമായി നടക്കുകയാണ്. ഇന്നലെയാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ആ വേദിയിൽ വെച്ച് പല പ്രധാനപ്പെട്ട നേതാക്കളും DMKയുടെ ജനറൽ സെക്രട്ടറി അടക്കം ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരസ്യമായി അവിടെ സംസാരിച്ചിരുന്നു. അപ്പോഴൊന്നും സ്റ്റാലിൻ കൃത്യമായ ഒരു മറുപടി, എന്ന് ഇദ്ദേഹം ഉപമുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ ആഘോഷ ചടങ്ങുകൾ പുരോഗമിക്കവേ ഇന്ന് 11:30 ഒരു ചടങ്ങുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതിൽ വെച്ച് തന്നെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും എന്നുള്ള നിർണായകമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഉദയനിധി സ്റ്റാലിനെ 24 മണിക്കൂറിനകം തന്നെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും എന്നുള്ള സൂചന ലഭിക്കുന്നു. ഇന്നലെ സ്റ്റാലിൻ വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ ഒരു സമ്മേളനത്തിൽ സംസാരിച്ചത്. അടുത്ത 25 വർഷം DMKയുടെ ഭരണമുണ്ടാകും, അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ DMK തന്നെ അധികാരത്തിൽ തുടരും എന്നതടക്കം സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ അത്തരത്തിലുള്ള അവകാശവാദങ്ങളും ആത്മവിശ്വാസവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ ഈ ഒരു മാറ്റം ഉടൻ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും എന്നതടക്കമുള്ള വാർത്തകൾ വരുന്നത്. ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും BJP ഒക്കെയും കോൺഗ്രസിനെയും മറ്റു പാർട്ടികളെയും കുടുംബാധിപത്യത്തിൻ്റെ പേരിലൊക്കെ വിമർശിക്കുന്ന ഒരു സമയത്ത് DMKയെ കൂടുതൽ ഇത്തരത്തിലൊരു വിമർശനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇത് കാരണമാകും എന്നതടക്കം ചില നേതാക്കൾ, പ്രത്യേകിച്ച് സ്റ്റാലിന് തൊട്ട് താഴെയുള്ള ഇത്തരത്തിലുള്ള പദവികൾ ആഗ്രഹിക്കുന്ന ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി വരുന്നതിനെ തടയിടാൻ അല്ലെങ്കിൽ അതിനെ പരസ്യമായി വലിയ തോതിൽ എതിർക്കാനൊന്നും ഇവർ തയ്യാറാകില്ല. എന്തായാലും 11:30 ചടങ്ങുകളിലേക്കാണ് കണ്ണുകളൊക്കെയും. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിന്റെ പുതിയ ഉപമുഖ്യമന്ത്രി ആകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. വേണു, ശരി, ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയാകും. നിർണായകമായ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് റിപ്പോർട്ട് ചെയ്യുന്നത്.